ഗ്രാമത്തിൽ നിന്നും ഒരു വ്യക്തി പട്ടണം കാണാൻ പുറപ്പെടുകയാണ്. ഗ്രാമത്തിൽ നിന്നുള്ള ഒരേ ഒരു ബസ് അതിരാവിലെയാണ്. അതിരാവിലെ ഈ ബസ്സിൽ കയറി അദ്ദേഹം പട്ടണത്തിലെത്തി. പകൽ മുഴുവനും കാഴ്ചകൾ കണ്ട്, പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് അയാൾ ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും തൻ്റെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള ആ ബസ് വിട്ടുപോയിരുന്നു. വേറെ വഴിയൊന്നുമില്ല. അദ്ദേഹം ആ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങാനായിട്ട് തീരുമാനിച്ചു. ഉറങ്ങുന്നതിന് മുമ്പ് ചുറ്റും നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ മാത്രമല്ല അവിടെ ഉള്ളത്. കുറച്ചധികം പേര് ഈ സ്റ്റാൻഡിൽ കിടന്നുറങ്ങാനായിട്ടുണ്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഞാനിവിടെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്രയും മനുഷ്യരുടെ ഇടയിൽ നിന്ന് എന്നെ എങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുക? അയാളൊരു പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കുകയാണ്. കയ്യിലിരുന്ന കിറ്റിൽ നിന്ന് ബലൂൺ എടുത്ത് വീർപ്പിച്ച് അയാളുടെ വലത് കാലിൽ കെട്ടിവെക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന അല്പം വികൃതിയായിട്ടുള്ള ഒരു വ്യക്തി ഈ യാത്രക്കാരൻ കിടന്നുറങ്ങിയപ്പോൾ ഒരു കുസൃതി കാണിച്ചു. അദ്ദേഹത്തിൻ്റെ കാലിൽ കെട്ടിയിരുന്ന ബലൂൺ പൊട്ടിച്ചു കളഞ്ഞു. നേരം വെളുത്തു. ഈ യാത്രികൻ എഴുന്നേറ്റ് ആദ്യം പരിശോധിക്കുന്നത് തൻ്റെ കാലിൽ കെട്ടിയിരുന്ന ബലൂണാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഈ ബലൂൺ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഈ മനുഷ്യൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഇതാണ്: ദൈവമേ, ഇത് ഞാനല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? ഇത് ഞാനല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു നേർചിത്രം ഈ കഥ വ്യക്തമാക്കി തരുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും മതാത്മകതയുടെ ഒരു ബലൂൺ എൻ്റെ കാലിൽ കെട്ടിവെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. എനിക്ക് എന്നെ തിരിച്ചറിയണമെങ്കിൽ ഈ മതാത്മകത എന്ന ആഭരണം പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നു. ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുന്നത് ഈ മതാത്മകതയെക്കുറിച്ചാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ വലിയ പ്രൗഢി കാണിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ്. യഹൂദര് കെട്ടിവെച്ചിരിക്കുന്ന ബലൂണാണ് പ്രൗഢ ഗംഭീരമായിട്ടുള്ള അവരുടെ ജെറുസലേം ദേവാലയം. ഈശോയുടെ മറുപടി നോക്കുക: ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും. അതിൻ്റെ മറ്റൊരർത്ഥം ഈ മതാത്മകത ഇല്ലാതാക്കപ്പെടും. ഈശോ പറയുന്നു, ഉദ്ധാനം സംഭവിക്കും. അത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അവബോധമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നാം ജീവിക്കുന്നത് മതാത്മകതയെ പ്രതിയാണോ അതോ വിശ്വാസത്തെ പ്രതിയാണോ? കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം: ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. മതാത്മകത മതബോധം നൽകുന്നു. വിശ്വാസം ദൈവികതയിലേക്ക്, ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. നമ്മുടെ വാക്ക്, പ്രവൃത്തി, വിചാരം എന്നിവയെ നമുക്ക് തന്നെ ഒന്ന് വിധിച്ചു നോക്കാം. എൻ്റെ വാക്ക്, അതിനോടനുബന്ധിച്ച പ്രവൃത്തി, അത് മതാത്മകതയോട് അനുബന്ധിച്ചുള്ളതാണോ അതോ അതെൻ്റെ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന ബോധ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ.